ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1 ടണ്ണിൻ്റെ നോൺ ഇൻവെർട്ടർ നോർമൽ AC 3 സ്റ്റാറിൻ്റെ ആണിത്. സാംസങ് ബ്രാൻഡാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാം. ഇത് 1065 വാട്ട്സിൻ്റെയാണ് ഈ നോൺ ഇൻവെർട്ടർ AC. പലർക്കും ഒരു സംശയമുണ്ട്, ഇതിനകത്ത് ഇനീഷ്യൽ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹയർ കറണ്ട് വരും. ആ കറണ്ട് ഉള്ളത് കൊണ്ട് സോളാർ ഇൻവെർട്ടറിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഏകദേശം 1-2 വർഷമായിട്ട് ഞാനിത് ഫുൾ കോപ്പർ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. 2.5 kVA ഫുൾ കോപ്പർ ഇൻവെർട്ടറിൽ ഈ ഒരു AC ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പകൽ സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. രാത്രി ബാറ്ററിയുടെ അത്ര കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ വയറാണ് സോളാറിൽ നിന്ന് വരുന്ന വയർ. സോളാർ ഇൻവെർട്ടറിൽ നിന്ന് ഒരു 2-വേ സ്വിച്ച് കൊണ്ട് സെലക്ട് ചെയ്ത് KSEBയും സോളാറും സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 2-വേ സ്വിച്ച് സോളാറിലേക്ക് കണക്ട് ചെയ്യാം. ടു-വേ സ്വിച്ച് സോളാറിലേക്ക് ഇടാം. സോളാറിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസർ ഓണായി. ഇനി AC എത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു എനർജി മീറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 10 ആംപിയർ വരെ കപ്പാസിറ്റിയുള്ള AC എനർജി മീറ്ററാണ്. ഇതൊരു എക്സ്റ്റൻഷൻ ബോക്സിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഇത് ഓൺലൈനായി തന്നെ വാങ്ങിക്കാം. സിമ്പിളാണ് കണക്ട് ചെയ്യാനായിട്ട്. ഇതൊരു എക്സ്റ്റൻഷൻ ബോക്സ് പോലെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ AC-യുടെ പ്ലഗ് ഈ എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ പ്ലഗ് നേരെ പ്ലഗ് പോയിന്റിലേക്ക് കൊടുക്കാം. ഇപ്പോൾ എനർജി മീറ്റർ ഓണായി. ഇനി എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലൈസർ ഓണാവും. സ്റ്റെബിലൈസർ ഓണായി. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 11.1 വാട്ട്സ് ആണ് ഈ ഒരു AC-യിലേക്കുള്ള പവർ കാണിക്കുന്നത്. അത് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്ന എനർജിയാണത്. 11 വാട്ട്സ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ പവർ ഫാക്ടർ 0.67 കാണിക്കുന്നത്. ഒത്തിരി താഴെയാണ്. ഇത് സ്റ്റെബിലൈസറിൻ്റെ പവർ ഫാക്ടറാണ്. AC-യുടെ പവർ ഫാക്ടർ 0.99 തന്നെ വരും. AC ഓൺ ചെയ്തു. 28 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഏറ്റവും കുറച്ച് 16 ഡിഗ്രിയിലിട്ടിട്ട് 16 ഡിഗ്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സോളാറിൽ ഇപ്പോൾ 42 വാട്ട്സ് ആണ് കാണിക്കുന്നത്. AC-യുടെ കംപ്രസർ ഓൺ ആയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ മുകളിൽ സോളാർ ഇൻവെർട്ടറിൻ്റെ അടുത്ത് എത്തി. ഈ ഡിക്സിൻ്റെ 2.5 kVA ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ്. ഈ ഇൻവെർട്ടർ ഇപ്പോൾ ലോഡ് വളരെ കുറച്ചാണ് കാണിക്കുന്നത്. AC ഓൺ ആയിട്ടില്ല. AC-യുടെ കംപ്രസർ ഓൺ ആയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം AC-യുടെ കംപ്രസർ ഓൺ ആവുന്നത് വരെ. $221 വോൾട്ടാണ് കാണിക്കുന്നത്. 28 വോൾട്ട് ബാറ്ററി വോൾട്ടേജ് ഉണ്ട്. 2% ലോഡാണ്. ഈ ലോഡ് ഇപ്പോൾ AC-യുടെ കംപ്രസർ ഓൺ ആകുമ്പോൾ ഈ ലോഡ് കൂടുതൽ കാണിക്കും. ഇപ്പോൾ ഇൻവെർട്ടർ ഭയങ്കര സൈലൻ്റ് ആണ്. ഹിസ്സിങ് നോയ്സോ ഒന്നുമില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ബാറ്ററി വോൾട്ടേജ് 28.1 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ലോഡ് 2% ആണ്. ഇതിനകത്ത് നോക്കിയാൽ മെയിൻസ് ഓഫാണ്. മെയിൻസ് കറണ്ട് ഇല്ല.
ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ബാറ്ററിയാണ്, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് 120 AH-ൻ്റെ. ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ ഒരു സൗണ്ട് ഹിസ്സിങ് നോയ്സ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഹിസ്സിങ് നോയ്സ് AC ഓണായപ്പോൾ വന്നതാണ്. ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ വോളിയം കുറച്ച് കൂട്ടിയിട്ടേക്കാണ്. നോർമലി വളരെ ചെറിയൊരു നോയ്സ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതും ഇൻവെർട്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 45% ലോഡ് കാണിക്കുന്നുണ്ട്. AC 16 ഡിഗ്രിയിൽ വർക്ക് ചെയ്യാണ് താഴെ. ഇനി നേരെ താഴെ പോയി AC-യുടെ അടുത്ത് നോക്കാം അവിടുത്തെ പവർ എത്രയുണ്ടെന്ന്. 16 ഡിഗ്രിയിൽ AC വർക്ക് ചെയ്യുന്നുണ്ട്. 885 വാട്ട്സാണ് ഈ AC കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ AC ഓഫ് ചെയ്തു. AC ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ വെറും 41 വാട്ട്സ് പവറാണ് ഈ AC ഉപയോഗിക്കുന്നത്. അതായത് AC ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്തപ്പോഴേക്ക് കംപ്രസർ ഓഫാണിപ്പോൾ. ഇനി കംപ്രസർ ഓൺ ആവണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാര്യം ഇതിനകത്ത് ജെർക്ക് ലോഡ് എന്തെങ്കിലും വരണുണ്ടോയെന്നറിയാൻ. 41 വാട്ട്സ് തന്നെ ഇപ്പോൾ കാണിക്കുകയാണ്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് കംപ്രസർ ഓൺ ആവാനായിട്ട്. വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിടുകയാണ്. ക്യാമറ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട്, ക്ഷമിക്കണം. 41 വാട്ട്സ്. ഇത് ഈ ഒരു എനർജി മീറ്ററിൽ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, ഫ്രീക്വൻസി, പവർ ഫാക്ടറി എല്ലാം നമുക്കറിയാൻ പറ്റും. ഇതുപോലൊരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്ക് ഓരോ എക്യുപ്മെൻ്റ് എത്ര കറണ്ട് എടുക്കണമെന്ന് അറിയാൻ പറ്റും. ഫാന് ലോ സ്പീഡിലായിട്ടേക്കുന്നത് AC-യുടെ. അതൊന്ന് കൂട്ടിയിടാം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്രസർ ഓൺ ആവുമെന്നാണ് തോന്നണേ. ഫാന് ഫുൾ സ്പീഡ് ഇട്ടു. AC-യുടെ ഫാന് ഫുൾ സ്പീഡ് ഇട്ടപ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ അത് ഓണായി. കംപ്രസർ ഓണായി. 848 855 വാട്ട്സിൽ വർക്ക് ചെയ്യുന്നു. 911 വാട്ട്സായി. പവർ ഫാക്ടർ 0.991 വരുന്നുണ്ട്. 893 വാട്ട്സ്. അതായത് 900 വാട്ട്സ് അടുപ്പിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. 1045 വാട്ട്സാണ് ഈ പ്രോഡക്റ്റിൽ എഴുതിയിരിക്കുന്ന മാക്സിമം കപ്പാസിറ്റി. വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും അധികം കാണുന്നില്ല. 220 വോൾട്ട് തന്നെയാണ് ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്നത്. ഇത്രയും കംപ്രസർ വർക്ക് ചെയ്തിട്ട് പോലും. പവർ ഫാക്ടർ 1 ആണ്. നമുക്കിനി മുകളിൽ ഇൻവെർട്ടറിലൊന്ന് പോയി നോക്കാം. ഇൻവെർട്ടറിൽ എന്താ കാണിക്കുന്നു എന്നുള്ളത്. ഇൻവെർട്ടറിൽ ഹിസ്സിങ് നോയ്സോ അങ്ങനെയൊന്നുമില്ല. 221 വോൾട്ട് തന്നെ ഇവിടെയും കാണിക്കുന്നുണ്ട്. 28.1 വോൾട്ടാണ് ബാറ്ററി വോൾട്ടേജ്. 52% ലോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഇൻവെർട്ടർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. EDIXന്റെ 2500 VA ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് ഇത്. എന്തായാലും വളരെ നന്നായിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.